ഈ കപ്പയും ചുവന്ന് കെട്ടിയുള്ള നിപ്പ് കാണുമ്പോഴേ അറിയാമല്ലേ ഞാൻ എന്തിനുള്ള പുറപ്പാടാന്ന്. അതെ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ മനസ്സ് വിചാരിക്കുന്നതാണ്, എൻ്റെ ദൈവമേ ഇവളല്ലേ 2 ദിവസം മുമ്പ് ഞാൻ ഡയറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞതെന്ന്. ഡയറ്റൊക്കെ ഒരു സൈഡിൽ കൂടെ ഉണ്ട് കേട്ടോ, ഇത് വേറൊരു സൈഡിൽ കൂടെ. ശരിക്കും പറഞ്ഞാൽ ഇത് കൊതി മൂത്തിട്ടൊന്നും അല്ലേ. കൊച്ചെന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം, അമ്മ കപ്പ ബിരിയാണി കഴിക്കാൻ കൊതിയാവുന്നെന്ന്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് ഉണ്ടാക്കിയേക്കാന്ന്. അത് തന്നെയല്ല, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണേ, ഫ്രീസറിൽ എടുത്ത്. അപ്പോൾ പിന്നെ ഒത്തിരി നാൾ ഫ്രീസറിൽ വെക്കാൻ പറ്റിയല്ലെന്നേ. പിന്നെ ഈ വീക്കെൻഡും എനിക്ക് ജോലി, അപ്പോൾ പിന്നെ വീക്കെൻഡിൽ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ കപ്പ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ ജസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഒന്ന് ഞെട്ടിച്ചേക്കാമെന്ന്. ഞാൻ ആദ്യമേ കപ്പ വേവിച്ച് നോക്കിയേ, ഇത് കൊള്ളാവോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. കപ്പ കുഴപ്പമില്ല, നല്ല കപ്പയാണ്. എന്നിട്ട് ഞാൻ സീപ്പുകളി വിളിച്ച് പറഞ്ഞു 1:20 ഇറച്ചിക്ക് നോക്കി. ഇപ്പം 4:50 ഇറച്ചി വന്ന സമയം നോക്കി. ജസ്റ്റ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞെട്ടിക്കാനിരുന്ന ഇപ്പം ശരിക്കും ഞെട്ടത് ഞാനാ. അതുപോലെ ഞാൻ അവരോട് പ്രത്യേകം നല്ല മുഴനെഞ്ച് മുഴുത്ത പീസ് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ നഖത്തിനേക്കാൾ ഇച്ചിരി ഉള്ളൂ പീസ്. ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യും അല്ലയ്യ.